എന്താണ് ഈ സിനിമ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഉദ്ദേശിച്ചത് ഒരു തരത്തിലും വയ്യ. ഒരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലും വയ്യ. ബ്രോയിലർ കോഴികളിലൊന്നായ സിദ്ധാർത്ഥ് മൽഹോത്രയുടെയും പിന്നെ നല്ലൊരു ബോളിവുഡ് നടി ശ്രീദേവിയുടെ മകളായ വെടല ജാൻവിയുടെയും മറ്റൊരു ബോളിവുഡ് ദുരന്തമാണ് പരമസുന്ദരി. സിക്സ് പാക്ക് ഇറച്ചി കഷ്ണവും അല്പം തുണിയും ഉരിഞ്ഞ് ഇപ്പോഴും ആൾക്കാരെ പിടിച്ചിരുത്താൻ നോക്കുന്ന കഴിവുകെട്ട ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള ലേറ്റസ്റ്റ് എൻട്രിയാണ് നമ്മുടെ സിനിമ. 10-60 കൊല്ലം മുമ്പുള്ള കേരളവും കാണിച്ച് മലയാള ഭാഷയെ തന്നെ അപമാനിക്കാനായിട്ട് ഹിന്ദിക്കാരിയെ കൊണ്ട് ഒരു തൊലിഞ്ഞ മലയാളവും പറയിപ്പിച്ച് എങ്ങനെയെങ്കിലും വെറുപ്പിക്കാനാണ് ഇവന്മാരുടെ ഈ ഉദ്യമം. ഇവിടെ മലയാള പടങ്ങളിൽ മലയാള നടിമാർക്ക് മലയാളികൾ തന്നെ ഡബ് ചെയ്യുമ്പോഴാണ് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ജാൻവിയെ കൊണ്ട് പറ്റാത്ത പണി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ പടം തുടങ്ങുമ്പോൾ റിച്ച് ഡാഡിയുടെ നിർഗുണനായ മകൻ പരമിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഫുൾ ടൈം ജിമ്മിലും പോയി സിക്സ് പാക്കും മറ്റെല്ലാ പാക്കുകളും പെരുപ്പിച്ച് നടക്കുകയും അതും തുറന്നു കാണിച്ച് കണ്ട പെൺപിള്ളാരെയൊക്കെ ഡേറ്റ് ചെയ്ത് കുന്തളിച്ച് നടക്കുകയാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ സിക്സ് പാക്ക് അല്ല എന്ന് ഈ ബോളിവുഡ് നിർഗുണന്മാരുടെ ആരേലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ സ്വന്തം ബോഡി നോക്കി സ്വയം നിർവൃതി അടയുകയാണ് ഈ നിർഗുണൻ. തുടങ്ങിയ ബിസിനസ് എല്ലാം പൊട്ടി അവസാനം അവൻ പുതിയൊരു ബ്രില്യന്റ് ഐഡിയ കൊണ്ടുവരും. പരമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പിന്നെ ഇവിടെ പട്ടിണിയും ദാരിദ്ര്യം ഒഴിഞ്ഞിട്ട് നേരമില്ല. അപ്പോഴും അവൻ്റെ ഒരു ഐഡിയ. അങ്ങനെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാനുള്ള ആപ്പ് ഉണ്ടാക്കുന്ന ഒരുത്തൻ്റെ കമ്പനിയിൽ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ മുന്നിൽ വിജയിച്ച് കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ പരം നടക്കുന്നത്. അപ്പോൾ ഈ ആപ്പ് വർക്ക് ചെയ്യുമോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ തന്നെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാനായി അവൻ തന്നെ തന്റെ ആപ്പിൽ ആദ്യ പ്രൊഫൈൽ ഉണ്ടാക്കും. അപ്പോൾ തന്നെ അവന്റെ സോൾമേറ്റിനെ ആപ്പ് കാണിച്ചു കൊടുക്കും. നോർത്തിലൊന്നുമല്ല, അങ്ങ് സൗത്തിൽ, കേരളത്തിൽ. നോർത്തിലെ പെണ്ണുങ്ങൾക്കൊന്നും അവനോട് താല്പര്യമില്ലത്രേ. അപ്പൊ പരമിന്റെ സോൾമേറ്റിന്റെ പേര് തെക്കേപ്പാട്ടെ സുന്ദരി എന്നാണെങ്കിലും ഇവന്മാര് പറഞ്ഞു വരുമ്പോ ഈ അവസ്ഥയാകും. സുന്ദരി ദാമോദരൻ പിള്ളൈ. അങ്ങനെ ആപ്പ് സത്യം പറഞ്ഞെന്നും പറഞ്ഞ് ആശാൻ അടുത്ത ഫ്ലൈറ്റും പിടിച്ച് നേരെ കേരളത്തിലേക്ക് കെട്ടിയെടുക്കും. അങ്ങനെ നമ്മുടെ സ്വന്തം കേരളത്തെ നോർത്ത് ഇന്ത്യക്കാരായ ഇവന്മാരെ നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തെങ്ങിൽ ഏണി വെച്ച് കയറി റേഞ്ച് പിടിക്കുന്ന ചേട്ടൻ, എപ്പോഴും തിക്കും തിരക്കുമുള്ള ബസ്സുകൾ, മോഹിനിയാട്ടം, പുഴ, കായൽ, ബോട്ട്, ആന, കളരിപ്പയറ്റ്, കഥകളി, അങ്ങനെയെല്ലാം സ്ഥിരം ക്ലീഷ ഐറ്റംസ്. ഒരു മാറ്റവും ഇല്ലല്ലോ. വിമൽ കേസരിയും പാൻ മസാലയും അടിച്ചു കയറ്റി കറ പിടിപ്പിച്ച പല്ലുള്ള ഇവന്മാർ കരുതുന്നത് കേരളത്തിലുള്ളവർ ഫുൾ ടൈം ചെത്തുകൾ കുടിച്ച് നടക്കുന്നവരാണെന്നാണ്. നമ്മുടെ പരമും പഞ്ചാബി കൂട്ടുകാരനും പിടിച്ച ടാക്സി ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ പോലും ചെത്തുകൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരിത് ഏത് കേരളത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവന്മാര് കയറിയ കാറിന്റെ ഡ്രൈവർ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് ഏതോ മെറ്റൽ കൂനയിൽ കൊണ്ട് ഇടിച്ചു കയറ്റിയത് കൊണ്ട് വണ്ടിയൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ പരം. അങ്ങനെ KSRTCയിലും ബോട്ടിലും ഒക്കെ കയറി തിക്കിലും തിരക്കിലും പെട്ട് ഒരു വിധത്തിലാണ് പരവും കൂട്ടുകാരനും ഹോം സ്റ്റേയിൽ എത്തുന്നത്. ഇവന്റെ കയ്യിൽ ഒരു യൂബർ ആപ്പ് ഉണ്ടെങ്കിൽ നിസ്സാരമായി എത്താവുന്ന കാര്യത്തിനാണ് യാത്രാ സൗകര്യം കുറവായ നാടായി കേരളത്തെ പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പൊ കുഗ്രാമമായ കേരളത്തിലെ മലയാളി മങ്കയാണ് സുന്ദരി ദാമോദരൻ പിള്ളൈ. ഇതെന്തോന്ന് പണ്ടാരമാണ്? ആരാണ് ഇവളെ തേച്ചത്? ഇവരെ ചെയ്ത പരിയാത അമ്മാവ അതാണല്ലോ വേണം. പറഞ്ഞിട്ട് കാര്യമില്ല, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുമല്ലേ. ഇവരുടെ സംസാരം ഒന്ന് കേട്ട് നോക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം നല്ല ലക്ഷണമൊത്ത മലയാളി മങ്ക തന്നെ. അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ വെക്കുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇതെന്തോന്നടേ, വീട്ടിൽ നിൽക്കുമ്പോൾ മുല്ലപ്പൂ, ഷവർമ കഴിക്കാൻ പോകുമ്പോൾ മുല്ലപ്പൂ, ക്യാരംസ് കളിക്കുമ്പോൾ മുല്ലപ്പൂ, ഇത് എവിടുത്തെ മലയാളി മങ്കയാടേ? അങ്ങനെ നമ്മുടെ പരം തേക്കപ്പെട്ട സുന്ദരിയുടെ ഹോം സ്റ്റേയിൽ താമസം തുടങ്ങും. അപ്പോൾ പരമിന്റെ ആദ്യത്തെ പ്രശ്നം ഫോണിൽ റേഞ്ച് ഇല്ല. അപ്പോൾ സുന്ദരി പറയും, എല്ലാരും ചിരിക്കി, തമാശ തമാശ. ചേക്കിലെ മയിൽക്കുട്ടികൾക്ക് പോലും അറിയാം എല്ലാ സ്ഥലത്തും ഇന്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ഈ ഹോളിവുഡ് ബ്രോയിലർ കോഴികൾ ഇങ്ങനെ തള്ളി മറിക്കുന്നതെന്ന്. ഇനി രണ്ടാമത്തെ പ്രശ്നം ഇവിടെ മുഴുവൻ കൊതുക് ശല്യമാണെന്ന്. അപ്പോൾ നമ്മുടെ സുന്ദരി അതിനുള്ള പരിഹാരവും പറഞ്ഞു കൊടുക്കും. ഇവര് പടത്തിലൂടെ കാണിച്ചു തരുന്നത് കാണുമ്പോൾ തോന്നും ലോകത്ത് കൊതുക് കാണുന്ന ഏക സ്ഥലം കേരളമാണെന്ന്. മൺസൂൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്ഥിരം മലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ ഇതൊക്കെ പടർന്നു പിടിക്കുന്ന നോർത്തിൽ നിന്ന് വരുന്ന ടീംസാണ് ആദ്യമായി കൊതുകിനെ കാണുന്ന പോലെ പെർഫോം ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ വീട്ടിൽ കാണില്ല, സാധാരണക്കാരുടെ വീട്ടിലല്ലേ കൊതുക് ശല്യം ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് കാണിച്ചു കൂടുന്നത് ഇവന്മാരുടെ ഓരോ ഫാന്റസികളാണ്. ഉദാഹരണത്തിന് ഇവൻ മുണ്ടു ഷർട്ട് ഇട്ട് വന്നാൽ വാ പൊളിച്ച് നിൽക്കുന്ന നാട്ടുകാർ. ഏതാണ്ട് ഫ്രൈ ചെയ്ത ചിക്കൻ കാലം നടന്നു പോകുന്നത് കണ്ടതുപോലെയാണ് വായും പൊളിച്ച് അവരവിടെ നിൽക്കുന്നത്. പിറ്റേ ദിവസം പരംകുട്ടൻ രാവിലെ ഓടാൻ പോകുമ്പോഴാണ് അവനെ കൂട്ടിയിടിക്കുന്ന നേഴ്സ് ജിൻസി അവനെ പിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നത്.
താങ്ക് യു. കിസ് Kiss? Okay. ഇല്ലേ? കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം ഹിന്ദിക്കാരി ചെക്കന്മാരുടെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുകയാണെന്നാണ് ഇവന്മാരുടെ വിചാരം. നാട്ടിൽ വേറെ ആളില്ലാത്ത പോലെ അവളുടെ ലാബും ഫുൾ ബോഡി ചെക്കപ്പും കിസ്സടിയും. ഇവനെ എപ്പോ കണ്ടാലും ഇവള് ലാബിലേക്ക് വിളിക്കും. If you ever need a full body checkup, come to my clinic. എല്ലാരും വിളിച്ചു. അതും കഴിഞ്ഞ് പരം പിന്നെയും പോകുമ്പോൾ ദോണ്ടട നാട്ടുകാരെല്ലാം കൂടി പരം കൂട്ടൻ ജെട്ടിയിട്ട് നടക്കുന്നു പറഞ്ഞ് തടഞ്ഞു വെക്കും. എന്നിട്ട് എയർ പമ്പ് പണിക്കര് വന്ന് അവനെ മുണ്ടുടിപ്പിക്കും. കേരളത്തിലെ ആണുങ്ങളെല്ലാം ഫുൾ ടൈം മുണ്ടേ ഉടുക്കും എന്നാണ് ഇവന്മാര് കരുതുന്നത്. ഇവിടുത്തുകാരെ വേറെ ഒരു തുണിയും കണ്ടിട്ടില്ല. ഇത് ഏത് കാലത്തെ കേരളമാടേ? കേരളം മാറിയോന്ന് ഇവന്മാർ അറിഞ്ഞില്ലേ? ഇവിടെ പെൺപിള്ളാർ വരെ ഷോർട്സ് ഇട്ടാണ് നടക്കുന്നത്. പെൺപിള്ളാർ ബൈക്ക് ഓടിക്കുന്നവരെ സാധാരണ കാര്യമായി തുടങ്ങി. അപ്പോഴാണ് അവന്മാരുടെ മൊണ്ട. ബൈ ദുബായ്, ഈ സീനിൽ ആദ്യം ചോദ്യം ചെയ്യുന്നവന്മാരുടെ കൂടെ നിൽക്കുന്നവനെ ഷോർട്സ് ഇട്ടാണ് നിൽക്കുന്നത്. ആരടാ ഡയറക്ടർ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട നോർത്ത് ഇന്ത്യൻ കിണ്ടി. പരമിന്റെ പ്രധാന ലക്ഷ്യം സുന്ദരിയെ വളയ്ക്കലാണല്ലോ. ഒരു ദിവസം സുന്ദരി കേട്ടുകൊണ്ടിരുന്ന പാട്ട് അവളറിയാതെ മനസ്സിലാക്കി അത് പഠിച്ചു വന്ന സുന്ദരിയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പരം. മോഹൻലാലിന്റെ പാട്ട് പാടി കേരളക്കാരെ കയ്യിലെടുക്കാമെന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം. ഇത് അവന്മാരുടെ സ്ഥിരം പണിയാണ്. സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അവിടെയുള്ള മെയിൻ ആക്ടേഴ്സിനെ ഒന്ന് പൊക്കി പറയുക. ചെന്നൈ എക്സ്പ്രസിൽ ഷാരൂഖ് ഖാനും കൂട്ടരും രജനീകാന്തിനെ പോഴ്ത്തിയ പോലെ ഇവിടെ വന്ന് ലാലേട്ടനെ പൊക്കി പറഞ്ഞ് പടത്തിന്റെ മൈലേജ് കൂട്ടാമല്ലോ. ഏത് ഓ, ആ പാട്ട് പോലും വെറുത്തുപോയി. പക്ഷെ ഈ ലാലേട്ടന്റെ പാട്ടും പാടി പരം പോഴ്ത്തുന്നത് രജനീകാന്തിനെയാണ്. बच्चा बच्चा उनका फैन है यार. क्यों जगी? All the Rajini fans. सुशीला. എല്ലാരും വിളിച്ചു. ഹിന്ദിക്കാരുടെ പൊതുവെയുള്ള ധാരണ മലയാളവും തമിഴും എല്ലാം ഒന്നാണെന്നാണ്. അതുകൊണ്ടാണല്ലോ നോർത്ത് ഇന്ത്യൻ കിണ്ടികൾ നമ്മളെ പൊതുവെ മദ്രാസി എന്നാണ് പറയാറ്. Have you ever been called a Madrasi just because you're from South India? मद्रासी नहीं हो. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന് കുരുപൊട്ടിയ സുന്ദരി നമ്മുടെ പരത്തിന് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കും. रजनी सर तमिल सुपरस्टार है. ये एक मलयालम गाना है. केरला मलयालम मोहनलाल, तमिलनाडु तमिल रजनीकांत, आंध्रा तेलुगु अल्लू अर्जुन, कर्नाटका कन्नड़ा. അടടടാ, എന്നാ പെർഫോമൻസ്, റൊമ്പ പ്രമാദം. അപ്പൊ പിണങ്ങിപ്പോയ സുന്ദരിയെ നോക്കി പോയ പരം കാണുന്നത് സുന്ദരി അതാ തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങയിടാൻ ശ്രമിക്കുന്നതാണ്. ഒരു തോട്ടിയുടെ അറ്റത്ത് അരിവ കെട്ടിയിടേണ്ട കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ തെങ്ങ് കയറ്റക്കാരെ വിളിക്കും. ഇവളുടെ പെർഫോമൻസ് കണ്ടാൽ തോന്നും കേരളത്തിലുള്ളവരെല്ലാം ആവശ്യം വരുമ്പോൾ ഇങ്ങനെ തെങ്ങിൽ കയറി തേങ്ങ ഇടാറാണ് പതിവെന്ന്. പരമിനൊരു പണി കൊടുക്കാൻ വേണ്ടി സുന്ദരി അവനെ കൊണ്ടുപോയി എയർ പമ്പ് പണിക്കരുടെ കളരിപ്പയറ്റ് ക്ലാസ്സിൽ ചേർക്കും. കളരിപ്പയറ്റ് നടത്തി ദേഹമുറിഞ്ഞ പരമിനെയും കൊണ്ട് സുന്ദരി നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകും. അവിടെയുള്ള പ്രത്യേകതരം പച്ചമരുന്ന് തേച്ചാലേ ഇവന്റെ മുറിവുണങ്ങും. കാരണം ഈ യൂണിവേഴ്സിലെ കേരളത്തിൽ ഹോസ്പിറ്റൽ ഇല്ല. ഒരു ബാൻഡേഡിന്റെ കാര്യമേ ഉള്ളൂ. അതിനാണ് ഈ ഷോ ഓഫ്. ഇവരുടെ ഈ അതിരപ്പള്ളി യാത്ര ഇടയ്ക്കിടയ്ക്കുണ്ട്. ബോറടിക്കുമ്പോൾ പെറ്റായ ആനയെ കാണാൻ അതിരപ്പള്ളിയിലേക്കാണ് സുന്ദരി പോകാറ്. ആലപ്പുഴയിലെ ഹോം സ്റ്റേയിൽ നിന്നും അല്പം നടക്കാനേ ഉള്ളൂ അതിരപ്പള്ളിയിലേക്ക്. പിന്നെ നോർത്ത് ഇന്ത്യൻ കിണ്ടികളെ ഇത് കാണിച്ച് പറ്റിക്കാമല്ലോ, അവർക്കറിയില്ലല്ലോ. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പരമനുണ്ടായെങ്കിലും കുഴപ്പമില്ല. കാരണം ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? അങ്ങനെ പാട്ടും പാടി ട്രിപ്പ് അടിച്ച് തങ്ങളുടെ സ്നേഹം ഇപ്പോൾ പറയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ അവരുടെ സ്നേഹം തകർക്കാൻ അവൻ എത്തുന്നത്. ആരാണവൻ? അവനാണ് നമ്മുടെ സുന്ദരിയുടെ മുറച്ചെറുക്കൻ വേണു. പഠിത്തത്തിൽ ചാമ്പ്യൻ, സ്പോർട്സിൽ ചാമ്പ്യൻ, ഡാൻസിൽ ചാമ്പ്യൻ, എന്തിന് ആ നാട്ടിലെ മെയിൻ ഐറ്റമായ ശങ്കരൻ ട്രോഫിയിലെ വരെ ചാമ്പ്യൻ. അങ്ങനെ അവൻ ചാമ്പ്യൻ അല്ലാത്ത ഒന്നും ബാക്കിയില്ല. स्पोर्ट्स में चैंपियन, स्टडीज में चैंपियन, डांस में चैंपियन, कलरी में चैंपियन, शंकरन ट्रॉफी का चैंपियन. ഭയങ്കരം തന്നെ. അവനെ അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ടതും ഒടുക്കത്തെ എക്സ്പ്രഷനും ഇട്ട് അവൾ അങ്ങ് പുഷ്പിക്കും. വന്ന പാടെ എക്സ്ട്രാ കെയറിംഗ് ആയ അവൻ സുന്ദരിയോട് ചോദിക്കും, ഓക്കെ ശരിയല്ലേ? ഇനി ഓക്കെ കാലിത്തീറ്റയുടെ വല്ല കാര്യമാണോ ഇവൻ ചോദിക്കുന്നത്? ആർക്കറിയാം. പിന്നെ ഇവന്റെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കാൻ പോകുന്ന സുന്ദരിക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാലിലെ പാദസന സുന്ദരി അറിയാതെ താഴെ വീണ് പോകുമ്പോൾ അത് കണ്ടുപിടിച്ച് അവളുടെ കാലിൽ അവൻ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു അൾട്രാ പ്രോമാക്സ് കെയറിംഗ് ഏട്ടായാണ് ഇവൻ. കെയറിംഗ് കണ്ട് ഇഷ്ടപ്പെട്ട സുന്ദരി പിന്നെ വേണുവിന്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ പരമാണെങ്കിൽ പാവം അതോടെ ടെൻഷനാകും. ഒടുവിൽ മുറച്ചെറുക്കൻ വേണുവുമായുള്ള സുന്ദരിയുടെ കല്യാണം ഉറപ്പിക്കും. എൻഗേജ്മെന്റിന് സുന്ദരിയുടെ തന്നെ ഐറ്റം ഡാൻസും. അതിനിടയ്ക്ക് ചെത്തുകളുടെ കുടിച്ച് അലമ്പുണ്ടാക്കിയ മല്ലൂസ് ഒരുത്തിന്റെ തല അടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലാക്കും. അവനെ കൊണ്ടുപോകുന്നതോ നമ്മുടെ നേഴ്സ് ജിൻസിയുടെ ക്ലിനിക്കിലേക്ക്. പരത്തിനെ കണ്ടതും ജിൻസിക്ക് അവനെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ?
ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. തൽപരകക്ഷിയല്ല. അവൾ അവന് ഓക്സിജൻ കൊടുക്കാൻ നോക്കിയപ്പോഴേക്കും സുന്ദരി ഇത് കാണും. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂ. പക്ഷേ പര ഒരു വിധത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കും. അതുപോലെ സുന്ദരിക്ക് ഫുൾ കൺഫ്യൂഷൻ ആകും. അപ്പൊ സുന്ദരിയെ കിട്ടണമെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ ഇടയിൽ പേരുണ്ടാക്കണം. അതിന് ഇനി ചെയ്യാനുള്ളത് ശങ്കരൻ ട്രോഫിയാണ്. ചാക്കിൽ കയറിയ ഓട്ടം, സ്പൂൺ നാരങ്ങ, വള്ളംകളി, അങ്ങനെ വിവിധങ്ങളായുള്ള മത്സരങ്ങൾ ചേർന്നതാണ് ശങ്കരൻ ട്രോഫി. അതിലവരെ പരിശീലിപ്പിക്കുന്ന ആശാനാണ് നമ്മുടെ എയർ പമ്പ് പണിക്കർ. സ്പൂൺ നാരങ്ങ റേസിൽ കയറി മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയെ കണ്ട നമ്മുടെ പരം പരാക്രമം കാണിച്ചപ്പോൾ കാല് തെറ്റി ദാ കിടക്കുന്നു താഴെ. അതോടെ എയർ പമ്പ് പണിക്കർ വന്ന് പരമിനെ എയറിൽ കയറ്റും. എന്താ ഷൈട്ടോ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പിന്നെ പെരുമഴയത്ത് പരമിന്റെ ഡാൻസ് നമ്പറൊക്കെ വെച്ച് സുന്ദരി ഒന്ന് വളയ്ക്കാൻ നോക്കുമെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അതോടെ പിന്നെ ശങ്കരൻ ട്രോഫി കപ്പടിച്ച് സുന്ദരിയെ വളയ്ക്കാമെന്ന് പരംകുട്ടം കരുതും. അങ്ങനെ വള്ളം കളിക്ക് വള്ളത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവനെ ഇരുത്തി തുഴയിപ്പിക്കും. തുഴയൊക്കെ ഒന്ന് കാണണം. ടൂറിന്റെ ഭാഗമായി ബോട്ടിങ്ങിന് വന്ന ഫീലിലാണ് ഇവന്റെ തുഴയൽ. ജയിക്കാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് കണ്ട പരം അടുത്ത നമ്പർ പുറത്തെടുക്കും. അതായത് നല്ല ഒന്നാന്തര ഹിന്ദി പാട്ട് പാടിയാൽ മതിയത്രേ. അങ്ങനെ പരമിന്റെ ഐഡിയ ക്ലിക്കാകും. അവർ വള്ളംകളി ജയിക്കും. മറ്റുള്ള വള്ളക്കാരൊക്കെ മുക്കി തുഴഞ്ഞിട്ട് എത്തിയിട്ടില്ല. അപ്പോഴാണ് വളരെ സിമ്പിളായ ഒരു എഫോർട്ടും കൂടാതെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഹിന്ദി പാട്ട് പാടി അവൻ കപ്പടിക്കുന്നത്. ശേഷം സുന്ദരിയുടെ കല്യാണ ദിവസം അവളെ കാണാൻ തെങ്ങിൽ വലിഞ്ഞു കയറുകയാണ് നമ്മുടെ പരം. മുണ്ടുമുടുത്ത് ഷൂസും ഇട്ടാണ് ആശാന്റെ വലിഞ്ഞു കയറ്റം. താഴെ നിൽക്കുന്നവരുടെ സീൻ പിടിക്കൽ ഉണ്ടാകുമോ എന്തോ. എന്തോന്നടാ ഇതൊക്കെ? അങ്ങനെ സുന്ദരിയോട് ഹൃദയം തരുമോ എന്ന് ചോദിച്ചതും എയർപമ്പ് പണിക്കർ വന്ന് ഉറുമി വീശി അവനെ താഴെ ഇറക്കും. അങ്ങനെ നാട്ടുകാരിട്ട് ഓടിച്ചതും പേടിച്ചു വരേണ്ട പരം പോയി കായലിൽ ചാടും. അത് കണ്ട സുന്ദരിയും എടുത്ത് കായലിൽ ചാടും. എന്നിട്ട് പരമിന് കൃത്രിമ ശ്വാസം കൊടുക്കും. അതോടെ പടം തീർന്നു. കെട്ടാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത പാവം വേണു ഒരു ശശിയായി മാറും. പക്ഷെ എങ്കിലും പുള്ളിക്ക് പരാതിയില്ല. I love you. I always have, you know. पर शादी तुम्हारी है, तो चॉइस भी तुम्हारी. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.